ദൈവിക ദൂതന്മാരെക്കുറിച്ചും സാത്താനെക്കുറിച്ചും നമ്മൾ പഠിച്ചുവല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ആരാണ് ദൈവം? ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? കാഴ്ചയിൽ ദൈവം എങ്ങനെയിരിക്കും? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാമാണ്? എങ്ങനെയാണ് ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്? തുടങ്ങിയ ഒരു വിശാലമാകുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്നെടുക്കാനായിട്ട് പോകുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ 10 കൽപ്പനകളെക്കുറിച്ചും ആ കൽപ്പനകൾ എന്തുകൊണ്ടാണ് കർത്താവ് കൊടുത്തത്, അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ 2 കൽപ്പനകൾ നമ്മളതിൽ സ്കിപ്പ് ചെയ്തു. മറ്റൊന്നുമല്ല, നിന്റെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന കൽപ്പനയും നിന്റെ ദൈവമാകുന്ന യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, ഈ 2 കൽപ്പനകളാണ് നമ്മളവിടെ സ്കിപ്പ് ചെയ്തത്. എന്തുകൊണ്ടാണ് ദൈവം ആ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണ്? കാരണം വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ കർത്താവ് തന്നെ മോശയോട് കെരൂബിൻ്റെ പ്രതിമ ഉണ്ടാക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മാനുഷികമാകുന്ന മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവികമാകുന്ന വെളിപ്പാടുകൾ. എങ്കിലും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവിക സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് ദൈവം? ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദൈവിക കൺസെപ്റ്റ് എന്താണ്? ആദ്യമായി എന്തെല്ലാം പ്രത്യേകതയാണ് ദൈവത്തിനുള്ളതെന്ന് ശ്രദ്ധിക്കാൻ നമുക്ക്. ഒന്നാമതായി, ദൈവം സർവശക്തനായിരിക്കണം. സാധാരണ ഒരു ശക്തിയുള്ള ഒരു വ്യക്തി ആയിരിക്കരുത്. സാധാരണ നമ്മുടെ ശക്തി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ശക്തി നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും. അതിന് വൈദ്യുതിക്കൊരു ശക്തിയുണ്ട്, സൂര്യനൊരു ശക്തിയുണ്ട്, മനുഷ്യനും ഒരു ശക്തിയുണ്ട്, പലതരം ശക്തികൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവം ഈ ശക്തികൾക്കെല്ലാം മീതെയുള്ളവനായിരിക്കണം. ദൈവം സർവശക്തനായിരിക്കണം. വേറെ വാക്കിൽ പറഞ്ഞാൽ ദൈവമായിരിക്കണം ശക്തിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം സർവജ്ഞാനിയായിരിക്കണം. സകലത്തെയും അറിയുന്നവനായിരിക്കണം. മുമ്പുള്ളതും ഇപ്പോഴുള്ളതും ഇനി വരുവാനുള്ളതുമാകുന്ന സകല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ദൈവം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ദൈവം നിത്യനായിരിക്കണം, ശാശ്വതമായി വസിക്കുന്നവനായിരിക്കണം. ഒരു തുടക്കം കണ്ടത്, ഒരു അവസാനം കണ്ടത്. ദൈവത്തെ ആരെങ്കിലും സൃഷ്ടിക്കരുത്. ദൈവം സൃഷ്ടികർത്താവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നിത്യനായിരിക്കും. ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരിക്കണം, ദൈവം സർവ്വവ്യാപിയായിരിക്കണം. ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരനോ ഏഷ്യക്കാരനോ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും ദൈവമായിരിക്കരുത്. സകല പക്ഷിമൃഗാദികളുടെയും മൃഗങ്ങളുടെയും ദൈവമായിരിക്കണം. പ്രപഞ്ചത്തിൻ്റെ ദൈവമായിരിക്കണം. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന ദൈവം സർവ്വവ്യാപിയായിരിക്കണം. ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ വസിക്കുന്ന ഒരാളായിരിക്കരുത്. ദൈവം സർവ്വവ്യാപിയായിരിക്കണം. മറ്റൊരു പ്രത്യേകത, ദൈവം അനന്യനായിരിക്കണം. എന്നാൽ മനുഷ്യൻ്റെ പരിമിതമാകുന്ന അറിവുകൾ വെച്ച് ദൈവികമാകുന്ന കൺസെപ്റ്റുകൾ പലതരത്തിലാണ് മനുഷ്യനുള്ളത്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം ക്ഷയിക്കാത്തവനാണ്, നാശമില്ലാത്തവനാണ്. എന്നാൽ മനുഷ്യൻ ആ ദൈവത്തെ ക്ഷയിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, മരിച്ചു പോകുന്ന, ഇല്ലാതായി പോകുന്ന, ചത്തുപോകുന്ന ഇഴജാതി, പറവജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി, മനുഷ്യൻ്റെ പോലും രൂപസാദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. തിരിച്ചറിയാതെ പോരുത്, സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവാണ് ദൈവം. അപ്പോൾ ആരാണ് ദൈവം? ദൈവത്തിൻ്റെ പേരെന്തെല്ലാമാണ്? വേദപുസ്തകത്തിൽ ദൈവത്തിന് പലവിധത്തിലുള്ള പേര് കാണാൻ സാധിക്കും. ഉന്നതൻ, ഉയർന്നവൻ, ശാശ്വതവാസി, ധന്യനാകുന്ന ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, ആദ്യനും അന്ത്യനും, സർവശക്തൻ, സർവവ്യാപി, ഉന്നതനാം ദൈവം, ആയിരുന്നവനും ആകുന്നവനും വരുന്നവനുമാകുന്ന സർവശക്തിയുള്ള ദൈവം, പരിശുദ്ധൻ, നിത്യൻ, നീതിമാൻ, നീതിയിൻ സൂര്യൻ, യാഹുവേ, യാവേ, എലോഹീം, എൽഷദായി, ഇമ്മാനുവേൽ, ഏലിയോൺ തുടങ്ങിയ 100 കണക്കിന് പേരുകൾ ദൈവത്തിന് വേദപുസ്തകത്തിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാമം വന്നിരിക്കുന്നത് അറിയാമോ? വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെയോ വ്യക്തിത്വത്തെയോ വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മോശ ദൈവത്തോട് പേര് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആരാണോ അത് തന്നെയാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് പേരുകളിട്ട് എന്നെ വിവരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ എന്ന് പറവാൻ യോഗ്യനായി ഈ ഭൂമിയിൽ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. നീതിമാനും വിശുദ്ധനും അദൃശ്യനുമാകുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യനും കടന്നു തരാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തു. വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. മറ്റൊരു ഭാഗത്ത് പറയാണ്, ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ജഡത്തിൽ വന്നത്, ഈ 2 സബ്ജക്റ്റുകളും ഞാൻ മുമ്പ് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. ദയവായി നിങ്ങൾ ആ വീഡിയോ കാണുക. എന്നാൽ യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചറുണ്ട്, ഒരു ഇമേജ് ഉണ്ട്.
ഇവിടെയാണ് പലപ്പോഴും നമ്മെ പിശാച് വഞ്ചിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണെന്ന് വിചാരിക്കുക. ഒരു കടമായിരിക്കും, അതല്ലെങ്കിൽ ഒരു രോഗമായിരിക്കും, അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമാകുന്ന ചില ആക്രമണങ്ങളായിരിക്കാം. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ യേശുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ എന്ന് പറയുന്നത് ക്രൂശിതനാകുന്ന യേശു രൂപമായിരിക്കും. അതല്ല എങ്കിൽ ഒരു ബലഹീനനാകുന്ന, വീക്കായിട്ടുള്ള, വളരെ സാധുവായിട്ടുള്ള, ശാന്തനാകുന്ന ഒരു മനുഷ്യരൂപമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ പിശാചിനെ വലിയ സംഭവമായിട്ട് കാണുന്നതും ദൈവത്തെ വില കുറഞ്ഞു കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇത്തരത്തിലുള്ള ഇമേജുകളാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു ഭാഗത്ത് നമ്മളെ തകർക്കുവാൻ, നശിപ്പിക്കുവാനായി വളരെ ആരോഗ്യമുള്ള, ഉയരമുള്ള, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ക്രൂരരൂപനാകുന്ന ഒരു ഭയാനകമാകുന്ന ഒരു ദുർശക്തി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ശക്തിയിൽ നിന്നും രക്ഷപ്പെടുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നതാകട്ടെ മനുഷ്യരൂപത്തിലുള്ള മുറിവേറ്റ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പിക്ചറിനുള്ള ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഭയക്കുവാനും നിരാശപ്പെടുവാനും സാധ്യതയുണ്ട്. ഈ ക്രൂശിൽ കിടക്കുന്ന യേശു, അല്ലെങ്കിൽ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഈ യേശു എങ്ങനെ വിടിവിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിശാചിനെ സംബന്ധിച്ച് വളരെ ഭീകരമാകുന്ന രൂപവും ഭീകരമാകുന്ന സൈസുമാണ്. യേശുവിനെ സംബന്ധിച്ച് വളരെ ബലഹീനമാകുന്ന ഒരു മുഖവും ഒരു ശാന്തമാകുന്ന ഒരു ഫേസുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല, ഇത് പിശാചിന്റെ തന്ത്രമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. കാരണം ഈ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു ചെറിയ ഇമേജാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ യേശു ഇരിക്കുന്നത്? യേശുവിന്റെ യഥാർത്ഥ രൂപം അങ്ങനെയാണോ? തിരിച്ചറിയ ദൈവം നിത്യനാണ്, അവൻ ഉണ്ടായിരുന്നവനാണ്, ഉള്ളവനാണ്, ഇനിമേൽ വരുന്നവനാണ്. ആ നിത്യതയിൽ ഒരു അല്പസമയം, ഏകദേശം 3.5 വർഷം മാത്രമാണ് യേശുവായി ദൈവം ഭൂമിയിലേക്ക് വന്നത്. ഷോർട്ട് പീരീഡാണ്. ഉദാഹരണമായിട്ട് നമ്മളെല്ലാവരും ഏകദേശം 9 മാസം നമ്മുടെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. നിങ്ങളുടെ പേരാരെങ്കിലും പരാമർശിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ആ ഒരു ശിശുവായിട്ടല്ല നിങ്ങളെ കാണുന്നത്. പകരമായി ഇന്നുള്ള ആരോഗ്യമുള്ള, ബലമുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും അവിടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ 80 വർഷത്തെ ആയുസിനിടയിൽ ഒരു 9 മാസം ഒരു ഷോർട്ട് പീരീഡാണ്. ആ ഷോർട്ട് പീരീഡ് വെച്ചല്ല നമ്മളൊരാൾ അളക്കുന്നതും. ഇതുപോലെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ഒരു ഷോർട്ട് പീരീഡ് 33.5 വർഷം മാത്രമാണ് യേശുവായി ഭൂമിയിൽ ജീവിച്ചത്. ആ യേശുവിൻ്റെ ഇന്നത്തെ രൂപം എങ്ങനെയാണ്, യേശു എങ്ങനെയുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിശാചോ പ്രതികൂലങ്ങളോ ഒന്നും നമുക്കൊന്നുമല്ല. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ രൂപം എന്നുള്ളത് വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. 3.5 വർഷം യേശുവിനോട് ചേർന്നിരിക്കുകയും യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുകയും ചെയ്ത യോഹന്നാൻ ഇവിടെ യേശുവിനെ കാണുമ്പോൾ മരിച്ചവനെ പോലെ കാൽക്കൽ വീഴുകയാണ്. കാരണം താൻ 3.5 വർഷം കണ്ട യേശുവല്ല ഇപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നത്. അത് അഗ്നിജ്വാലയ്ക്കൊത്തതും വെള്ളോട് സദൃശമാകുന്ന പാദമുള്ളവനും സൂര്യനെ വലിയ പ്രകാശമയനാകുന്ന ഒരു ദിവ്യ രൂപമാണ് യോഹന്നാൻ കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പോലും ചിലരുടെ മനസ്സിൽ വരുന്ന പിക്ചർ എന്ന് പറയുന്നത് വളരെ രസകരമാകുന്ന ഇമേജാണ്. യേശുവിൻ്റെ വായിൽ നിന്ന് വാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു, തീ, ഒരു പന്തം പോലെ 2 കണ്ണുകളിൽ തീ കത്തുന്നു. ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൂര്യൻ്റെ പിക്ചർ പോലെ ഒരു ചെറിയ സൂര്യൻ നിന്നും കത്തുന്നു. മാറത്ത് ഒരു ചെറിയ പൊന്നു കൊണ്ടുള്ള ഒരു കച്ച കെട്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് സാത്താൻ കൊണ്ടിടുന്ന ഇമേജ്. എന്നാൽ വാസ്തവത്തിൽ ഇങ്ങനൊരു ചെറിയ രൂപമല്ല യോഹന്നാൻ കണ്ടത്. അതിഭയങ്കരമാകുന്ന, ഭയാനകമാകുന്ന ഒരു കാഴ്ചയാണ് യേശുവിനെ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ച്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, ചെറിയൊരു തീപ്പന്തം പോലെയല്ല. ഒരിക്കലും ഒരു ചിത്രകാരന് തൻ്റെ ഭാവന സൃഷ്ടിക്കാൻ കഴിയാത്ത അതിശക്തമാകുന്ന രൂപമാണ്. സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്നത് പോലുള്ള
ആ മുഖത്തിൽ 2 കണ്ണുകൾ യോഹന്നാൻ കാണുകയാണ്. അത് അഗ്നിജ്വാല പോലെ ഉള്ള കണ്ണുകളാണ്. പ്രത്യേകത എന്താണ്? അത് ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തെ തുളച്ചു ചെല്ലുന്നതാണ്. അവന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സകലതും അവന്റെ ദൃഷ്ടിയിൽ നഗ്നവും മറന്നതുമാണ്. ലൂസിഫറും അവന്റെ സകല സൈന്യവും ഭയക്കുന്നത് ആ കണ്ണിന്റെ മുമ്പിലാണ്. അവന്റെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമുള്ള അതിശക്തമാകുന്ന ശബ്ദമാണ്. താൻ സംസാരിക്കുമ്പോൾ വാള് പോലെ ദൈവത്തിന്റെ ശക്തി വായിൽ നിന്നും പുറപ്പെടുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് യോഹന്നാന് ചിരിയല്ല വന്നത്, യോഹന്നാൻ അതിശയമല്ല വന്നത്, യോഹന്നാൻ മരിച്ചവനെ പോലെ നിലത്ത് വീണു. എന്നാൽ ഈ യേശുവിന്റെ രൂപം പോലും തികഞ്ഞ ഒരു രൂപമല്ല. പകരമായി ആ സമയത്തേക്ക് യേശു മാനിഫെസ്റ്റ് ചെയ്ത രൂപമാണ്. കാരണം യേശു ഇരിക്കുന്നത് 7 നിലവിളക്ക് ചുറ്റും വെച്ച് അതിൻ്റെ നടുക്കായി 7 നക്ഷത്രം പിടിച്ചുകൊണ്ടിരിക്കുകയല്ല. അതൊരു ഇമാജിനറിയാണ്, ഒരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ നക്ഷത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതും ആ നിലവിളക്കിനുമൊക്കെ ഒരു അർത്ഥമുണ്ട്. അത് 7 സഭകളെയും 7 ദൂതന്മാരെയും കാണിക്കുന്ന ഒരു സിംബോളിക്കലാണ്. അപ്പോൾ യേശുവിൻ്റെ ആ മാനിഫെസ്റ്റ് ചെയ്ത ആ പ്രസൻസ് ദൈവത്തിന്റെ സമ്പൂർണ്ണമാകുന്ന രൂപമല്ല, ദൈവത്തിന്റെ മുഖം അതിലും ശ്രേഷ്ഠമാണ്. മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചേ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. 7 കണ്ണും 7 കൊമ്പുമുള്ള ഒരു കുഞ്ഞാടിനെ ഇവിടെ കാണുകയാണ്. അറുക്കപ്പെട്ട, മുറിവേറ്റ ഒരു കുഞ്ഞാട്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശു കർത്താവ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെയും 7 കൊമ്പും 7 കണ്ണുമായിട്ടാണോ? ഒരിക്കലുമല്ല. അതൊരു സിമ്പലാണ്, അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ യോഹന്നാൻ കണ്ട ഈ ദർശനത്തിലെ യേശുവിന്റെ രൂപം പോലും ഒരു മാനിഫെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സമയത്ത് ചില കാര്യങ്ങൾ പറയുവാനായി വെളിപ്പെട്ട ഒരു രൂപമാണ്. ഇതിനും അപ്പുറമാണ് വാസ്തവത്തിൽ നമ്മുടെ തമ്പുരാന്റെ, നമ്മുടെ കർത്താവിന്റെ രൂപം. അതറിയണമെങ്കിൽ ബൈബിളിൽ ദൈവം പല വ്യക്തികൾക്കായി പല സന്ദർഭങ്ങളിൽ വെളിപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദൈവം എവിടെയെല്ലാമാണ് മാനിഫെസ്റ്റ് ചെയ്തത് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോസ്തലനാകുന്ന പൗലോസും ക്രൈസ്തവരെ കൊന്നുമുടിക്കുവാൻ പോകുന്ന വഴിമധ്യയിൽ യേശു അവിടെ പ്രത്യക്ഷമാകുകയാണ്. ആ കാഴ്ച കണ്ട്, ആ ശബ്ദം കേട്ട് പൗലോസ് നിലത്ത് വീഴുകയും തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. പൗലോസ് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അതിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരം, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അപ്പോൾ ഒരു വെളിച്ചം പോലെ, ഒരു തേജസ് പോലെയാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് യേശുവിനെ കാണുന്നത്. പഴയ നിയമത്തിൽ മോശ ദൈവത്തെ കാണുകയാണ്. യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്നും അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഈ ഭാഗത്ത് അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുകയാണ്. ആ ദൈവത്തിൻ്റെ മുഖം നോക്കുവാൻ കഴിയാതെ വണ്ണം മുഖം മൂടുന്ന ഒരു മോശയെ കാണുവാൻ സാധിക്കും. മറ്റൊരു സന്ദർഭത്തിൽ യാക്കോബ് ദൈവത്തെ കാണുകയാണ്. ഒരു മനുഷ്യരൂപത്തിൽ ദൈവം മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് യാക്കോബ് ദൈവവുമായി മല്ല് പിടിക്കുന്നു. തുടർന്ന് ദൈവം പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. 30-ാം വാക്യം, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, ഞാൻ ദൈവവുമായി മല്ല് പിടിച്ചു, എങ്കിലും ഞാൻ മരിച്ചില്ല. അപ്പോൾ അവിടെ ദൈവം ഒരു മനുഷ്യനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. സമാനമാകുന്ന രീതിയിൽ ദൈവം അബ്രഹാമിന്റെ മുമ്പിലും ഒരു മനുഷ്യനായി തന്നെ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന് മനോഹരമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ സിംഹാസനത്തെ യെശയ്യാവ് കാണുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തനും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം
പുക കൊണ്ട് നിറഞ്ഞു. അതിമനോഹരമാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ യെശാവ് കാണുന്നത്. ഉയർന്നും പൊങ്ങിയുമുള്ള ഉയർന്നിരിക്കുന്ന ഒരു സിംഹാസനം, ആ സിംഹാസനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ ആ സിംഹാസനത്തിൻ്റെ കാലുകളും ആലയമെല്ലാം നിറച്ചുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന തേജസ്സിൻ്റെ ദൂതന്മാരാകുന്ന സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പറന്നും കൊണ്ടും അതിശക്തിയോടെ ആർക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ ശക്തമായി ആർക്കുകയാണ്. ആ ആർപ്പിൻ്റെ ശബ്ദത്താൽ ആ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട്, ദൈവത്തിൻ്റെ തേജസ് കൊണ്ട്, പുക കൊണ്ട് ആ ആലയം നിറയപ്പെടുന്ന ഒരു മനോഹരമാകുന്ന ഒരു കാഴ്ചയാണ് ദൈവത്തെക്കുറിച്ച് യെശയ്യാവ് കാണുന്നത്. മറ്റു സന്ദർഭത്തിൽ ദൈവം ഏലിയാവിന് പ്രത്യക്ഷമാകുന്ന ഒരു സന്ദർഭമുണ്ട്. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. ആര്? ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്തു നിന്നും ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഈ ഭാഗത്ത് ദൈവം വെളിപ്പെടുന്നത് തീയിലല്ല, ഭൂകമ്പത്തിലല്ല, പകരമായി ഒരു മൃദുസ്വരം. അതിലൂടെയാണ് ദൈവം ഏലിയാവിൻ്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, വെളിപ്പെടുന്നത്. ആ മൃദുസ്വരത്തിൽ ദൈവം വെളിപ്പെടുമ്പോഴും തൻ്റെ മുഖം മൂടിക്കൊണ്ടാണ് ഏലിയാവ് പുറത്തു വരുന്നത്. കാരണം സകല വിശുദ്ധന്മാർക്കും അറിയാം, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുവാൻ കഴിയുകയില്ല, അവൻ ശോഭയുള്ളവനാണ്. സലോമോൻ ആലയം പണിത് അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവം തേജസ്സായി, ഗ്ലോറിയായി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ആർക്കും ഒരു പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ഗ്ലോറി ക്ലൗഡ്, മേഘം ആലയത്തെ നിറഞ്ഞിരിക്കുകയാണ്. കട്ടിയുള്ള, തൊടുവാൻ കഴിയുന്ന വെളുത്ത പുക പോലുള്ള ദൈവത്തിൻ്റെ മേഘമാണ് ദൈവത്തിൻ്റെ തേജസ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മറ്റു സന്ദർഭത്തിൽ യഹോവയുടെ ഭക്തനാകുന്ന ദാനിയേൽ ദൈവത്തെക്കുറിച്ച് ദർശനം കാണുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു വയോധികനാകുന്ന, പുരാതനാകുന്ന, ഏൻഷ്യൻ്റ് എന്നൊരു പദമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വയോധികനാകുന്ന ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമാകുന്ന ആട്ടുരമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഒരു പുരാതനാകുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. വെള്ള വസ്ത്രമെടുത്ത അഗ്നിയായിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന അതിമനോഹരമാകുന്ന ഗ്ലോറിയസ് ആയിട്ടുള്ള ശ്രേഷ്ഠമാകുന്ന ഒരു കാഴ്ചയാണ് ദാനിയേൽ കാണുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ വർണ്ണനകളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ നമുക്ക് ഒരു പരിധികളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തെ കണ്ട വ്യക്തികൾ മരിച്ചവരെ പോലെ നിരത്തി വീഴും. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലേക്കോ എൻ്റെ മുമ്പിലേക്കോ ദൈവം പ്രത്യക്ഷമാകുകയാണെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ വണ്ണം ഒരു മരിച്ചവനെ പോലെ നിലത്ത് വീഴും. അത്ര ഭയങ്കരനാകുന്ന, അത്ര ശ്രേഷ്ഠതയുള്ള, അത്ര മനോഹരനും സുന്ദരനും സർവശക്തനും നീതി സൂര്യനുമാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പിതാവാം ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പിതാവാം ദൈവത്തെ കാണുകയാണ്, ഒരു ദർശനത്തിൽ കാണുകയാണ്. ആ ഭാഗം ശ്രദ്ധിച്ച്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം,
4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. നോക്കുക, വളരെ മനോഹരമായി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യോഹന്നാനാണ്. ദാനിയേൽ കണ്ടതും യെശയ്യാവ് കണ്ടതുമാകുന്ന എല്ലാ ദർശനങ്ങളെയും കൂടെ കൂട്ടിയാൽ ഈ ഒരു ദർശനം വളരെ കൃത്യമാണ്. ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള അതിമനോഹരമാകുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ ആലയത്തെ നിറച്ചിരിക്കുന്നു. അവൻ്റെ ചുറ്റും 24 മൂപ്പന്മാരുണ്ട്. ദൂതന്മാരെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ കെരൂബുകളെയും സറാഫിനെ പറ്റി പരാമർശിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും ആ കാണുക. സിംഹാസനത്തെ വഹിക്കുന്ന കെരൂബുകളുണ്ട്, തൻ്റെ ചുറ്റും നിൽക്കുന്ന സറാഫുകളുണ്ട്. അവർ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുകയാണ്. വാസ്തവത്തിൽ മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, നാം ദൈവത്തെ കാണുകയാണെങ്കിൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെന്നൊക്കെ നമ്മൾ പറയും. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടാൽ നമ്മുടെ വായിൽ നിന്നും ഒരേ ഒരു പദം മാത്രമേ വരികയുള്ളൂ: അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് ഹോളിയാണ്, അങ്ങ് വിശുദ്ധനാണ് എന്ന പദമല്ലാതെ ഒന്നും പറയാൻ കഴിയാതെ വണ്ണം അത്ര ശ്രേഷ്ഠനാണ് വാസ്തവത്തിൽ നമ്മുടെ ദൈവം. ഇവിടെ ശ്രദ്ധിക്കുക, ദൂതന്മാർ രാപ്പകൽ വിശ്രമം കൂടാതെ ഉറക്കെ ആർപ്പിടുകയാണ്. ശാന്തമായി പാടുകയില്ല, സൈലന്റ് ആയിട്ട് നിൽക്കുകയല്ല, പകരമായി ആർത്തു നിലവിളിക്കുകയാണ്, ഉച്ചത്തിൽ വിളിക്കുകയാണ്. അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വേറെ ഭാഗം നമ്മൾ വായിച്ചല്ലോ, ആ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ കുലുങ്ങുകയാണ്, ആലയം പുക കൊണ്ട് നിറയുകയാണ്, ദൈവിക സിംഹാസനം മുഴുവനും തൻ്റെ തേജസ് നിമിത്തം നിറയുകയാണ്. ഈ ഭാഗം ശ്രദ്ധിച്ച്, അവൻ്റെ സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുകയാണ്. മിന്നൽ പുറപ്പെടുവിക്കുന്നതല്ല, നാദം പുറപ്പെടുവിക്കുന്നതല്ല, അതെല്ലാം ഉളവായി വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 11 kV ലൈനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഒരു മൂളൽ, ഒരു മുഴക്കം കേൾക്കാൻ സാധിക്കും. ആ ശബ്ദം അവർ ഉണ്ടാക്കുന്നതല്ല, അതിശക്തമാകുന്ന കറണ്ട്, വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൽ ആട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. ദൈവം എന്ന് പറയുന്നത് ശക്തിയുടെ സോഴ്സാണ്. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ശക്തി തന്നിൽ തന്നെ വഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശബ്ദമാണ് നാദം, ഇടിമുഴക്കം. തൻ്റെ തേജസ് തനിക്ക് തന്നെ വഹിക്കുവാൻ കഴിയാതെ വണ്ണം പുറപ്പെടുന്നതാണ് മിന്നൽ. അത്ര ശ്രേഷ്ഠനാകുന്ന, അത്ര ശക്തനാകുന്ന, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വായുകൾ തുറന്ന് ദൈവമേ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഒരു സാധാരണ അശക്തനാകുന്ന ഒരു മനുഷ്യനാണ് ചിന്തിക്കരുത്. ദൈവം സർവശക്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യേശു എന്ന് കേൾക്കുമ്പോൾ പിശാച് വിറയ്ക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഒരിക്കൽ ദൈവം മോശയോട് പറയാണ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി. ഞാൻ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. എന്നാൽ ഞാൻ യഹോവയായി ഇതുവരെയും വെളിപ്പെട്ടില്ല. നിനക്ക് മുമ്പിൽ, ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ ഞാൻ ഇനി സർവശക്തിയുള്ള യഹോവയായി, യാഹുവയായി വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പല തരത്തിൽ ദൈവത്തിന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഈ പരാമർശിച്ചതെല്ലാം ദൈവം ചെറിയ ഫോമിൽ വെളിപ്പെടുകയും അതുപോലെ ദർശനങ്ങളിൽ ദാനിയേലും യെശയ്യാവും യോഹന്നാനൊക്കെ പോയി കണ്ട ഒരു കാഴ്ചയാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിന്റെ തേജസ്സോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വെളിപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. അത് മറ്റാരുടെ മുമ്പിലല്ല, മോശയുടെ മുമ്പിലേക്കാണ് ദൈവം അത്തരത്തിൽ വെളിപ്പെടുന്നത്. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമാകുന്ന കാഹളധ്വനിയും ഉണ്ടായി. പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുകയാണ്. പാളയത്തിലുള്ള ജനമൊക്കെ നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്നും യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളവന് ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. മോശയ്ക്ക് മുമ്പ് ദൈവം വെളിപ്പെട്ടത് അസാധാരണമാകുന്ന മാനിഫെസ്റ്റേഷനാണ്. പർവ്വതം നിന്ന് കത്തുന്ന കാഴ്ചയാണ് പലരും കാണുന്നത്. ദൈവം പർവ്വതത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പുക കൊണ്ട് ആ പർവ്വതം നിറയുകയാണ്. ആ പർവ്വതത്തിൻ്റെ അകത്തേക്ക് ആ ആർക്കും തൊടാനും കഴിയാതെ വണ്ണമുള്ള തേജസ് ഇറങ്ങി നിൽക്കുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മോശ ഒറ്റയ്ക്ക് കടന്നു പോവുകയും ദൈവത്തോട് മുഖാമുഖമായും സ്പഷ്ടമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. ദൈവം തന്നെ മോശയെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ
എന്നെ വെളിപ്പെടുത്തുകയും, നേരത്തെ പറഞ്ഞ പല സന്ദർഭങ്ങളിലും ദൈവം വെളിപ്പെട്ട ദർശനങ്ങളിലൂടെയാണ്. ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനാകുന്ന മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിൽ ഒക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. സാധാരണ ഒരു വ്യക്തി ദൈവത്തെ കാണുന്നത് ദർശനത്തിലൂടെയാണ്, ഒരു വിഷനിലൂടെയാണ്. എന്നാൽ തൻ്റെ ദാസനാകുന്ന മോശ വളരെ വ്യക്തമായി, മുഖാമുഖമായും സ്പഷ്ടമായിട്ടുമാണ് ദൈവത്തെ കണ്ടത്. പുറപ്പാട് പുസ്തകം 33:11 നോക്കെ, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആണ് മോശയും ദൈവവും സംസാരിച്ചത്. 40 രാവും 40 പകലും വെള്ളമോ ആഹാരമോ ഒന്നും ഇല്ലാതെ മോശ ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ വസിക്കുകയും ദൈവത്തോട് മുഖാമുഖമായും സ്പഷ്ടമായും സംസാരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നാൽ ഈ 40 ദിവസം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ കണ്ട ഗ്ലോറി ഭയങ്കരമാണ്, ഭയാനകമാണ്. ഒരു മനുഷ്യനും അത് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, താൻ കണ്ടതൊന്നും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ രൂപമല്ല. പകരമായി താൻ ഇതുവരെയും ദൈവത്തിൻ്റെ മുഖം കാണുകയോ തേജസ് കാണുകയോ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കുക, സാധാരണ ഒരു കാഴ്ചയല്ല, അസാധാരണമാകുന്നൊരു കാഴ്ചയാണ് മോശ കണ്ടത്. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് അങ്ങയുടെ തേജസ് ഒന്ന് കാണണം. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. നോക്കുക, ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ ജീവനോടെ ഇരിക്കുകയില്ല. അപ്പോൾ ഇതുവരെ അവർ ദൈവത്തെ കണ്ടു എന്നല്ലേ പറഞ്ഞത്. മോശ ദൈവത്തെ മുഖാമുഖമായും സ്പഷ്ടമായും കണ്ടു എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് മുൾപ്പടർപ്പിൽ ദൈവത്തെ മോശ കണ്ടു. യാക്കോബ് ദൈവത്തെ കാണുകയാണ്. പല ദൈവത്തിൻ്റെ ഭക്തന്മാരും ദൈവത്തെ കണ്ടു എന്ന് പറയുന്നു. യാക്കോബ് പറയുകയാണ്, ഞാൻ ദൈവത്തെ കണ്ടിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല, ദൈവത്തോട് മല്ല് പിടിച്ചവൻ എന്നാണ് ദൈവം പോലും പരാമർശിച്ചത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഒരു മനുഷ്യനും എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, കണ്ടാൽ പിന്നെ ആ വ്യക്തി ജീവിച്ചിരിക്കത്തില്ല, ആർക്കും കാണാൻ കഴിയും. മോശയ്ക്ക് പോലും കാണാൻ കഴിയാത്ത വണ്ണമുള്ള ഗ്ലോറിയിലാണ് ഞാൻ വസിക്കുന്നത്. മോശയ്ക്ക് കർത്താവ് ഒരു ഫേവർ ചെയ്യുകയാണ്, ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ എൻ്റെ പുറകുവശം നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലും വഹിക്കുവാൻ മോശയ്ക്ക് കഴിയുകയില്ല. അത്ര ദൈവത്തിൻ്റെ തേജസ്സിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഭക്തന്മാർ കണ്ടു എന്ന് പരാമർശിക്കപ്പെടുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വായിച്ച ഭാഗങ്ങളെല്ലാം വീണ്ടും സസൂക്ഷ്മം എന്ന് വായിക്കണം. പല ഭാഗങ്ങളിലും ദൈവം പ്രത്യക്ഷമായി എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ദൂതൻ എന്ന പദം കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പ്രത്യക്ഷപ്പെട്ട വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ്. നോക്കുക, മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. യാക്കോബിനെ മല പിടിച്ചത് ഒരു ദൂതനാണ്. അപ്പോൾ വചനം ഫോഷ്ക്ക് പറയുന്നതാണോ? ഒരിക്കലുമല്ല. ദൈവം പലപ്പോഴും വെളിപ്പെടുന്നത് തൻ്റെ ഏഞ്ചൽസിലൂടെയാണ്. ബൈബിൾ പറയാണ്, അവൻ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയാണ്, അവൻ രാജാതി രാജാവാണ്. രാജാവ് ഒരിക്കലും ഒരു വിഷയത്തിൽ നേരിട്ട് പോയി ഇടപെടാറില്ല. തൻ്റെ സേവകാത്മാക്കളെ അയക്കും, തൻ്റെ സെർവൻസിനെ അയക്കും, തൻ്റെ അംബാസഡേഴ്സിനെ അയക്കും. എന്ന് പറഞ്ഞാൽ രാജാവ് ഒരു ദൂതനെ മറു രാജ്യത്തേക്ക് അയക്കുകയാണെങ്കിൽ ആ ദൂതൻ്റെ പേര് ഈ രാജാവിൻ്റെ പേരായിരിക്കും. ആ ദൂതൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ രാജാവിനെ ആയിരിക്കും. ആ ദൂതന് പറയാനുള്ളത് സ്വന്തം ആശയമായിരിക്കത്തില്ല, രാജാവിൻ്റെ ആശയമായിരിക്കും. ആ ദൂതനെ ആരെങ്കിലും തൊട്ടാൽ രാജാവിന് തുറന്ന് തുല്യമാണ്. അർത്ഥം, ആ രാജാവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ്, ഒരു ദൂതനാണ്. എന്നതുപോലെ ദൈവത്തെ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ദൈവത്തിന് ദൂതന്മാരുണ്ട്. ഒരിക്കലും ദൈവത്തെ ഒരു മനുഷ്യനും നേരിട്ട് കാണുവാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ ദൂതനെ യഹോവ എന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ആ ദൂതനിലൂടെ ദൈവം വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം വെളിപ്പെടുന്നത് പോലെ ഏഞ്ചൽസിലൂടെ തന്നെയാണ് ദൈവം മാനിഫെസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അത് യഹോവയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ തേജസ്സാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദൈവം എവിടെയും വെളിപ്പെടുന്നില്ല. കാരണം ആർക്കും അവൻ്റെ തേജസ്സിനെ കാണുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 4:12 നോക്കെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വളരെ കൃത്യമായി യോഹന്നാൻ പറയുകയാണ്, ആരും ഒരു നാളും, മോശ ആയിക്കോട്ടെ, ഏലിയാവായിക്കോട്ടെ, യാക്കോബായിക്കൊള്ളട്ടെ, ദാനിയേലായിക്കൊള്ളട്ടെ, യെശയ്യാവായിക്കോട്ടെ, ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. അവരെല്ലാം കണ്ടത് ദൈവം വെളിപ്പെട്ട
ആ സന്ദർഭത്തിൽ വെളിപ്പെട്ട മാനിഫെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് മാത്രമാണ്. റിയലായിട്ട് ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയത്തില്ല. ഈ ദൈവത്തിൻ്റെ രൂപം എങ്ങനെയാണ് നമ്മൾ കൊത്തിവെക്കുന്നത്? എങ്ങനെ ആർക്ക് വരയ്ക്കുവാൻ കഴിയും? ആർക്ക് ഈ ദൈവത്തിൻ്റെ രൂപത്തെ വർണ്ണിക്കുവാൻ കഴിയും? ഇന്ന് എയുടെ കാലമാണല്ലോ, ഏത് രൂപം ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷേ ഒരു വ്യക്തികൾക്കും ദൈവത്തെ വർണ്ണിക്കുവാനോ വരയ്ക്കുവാനോ കഴിയുകയില്ല. ഒരു കവിക്കും ഈ ദൈവത്തെ വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ഒരു പാസ്റ്റർക്കും ദൈവത്തെ പറ്റി പ്രസംഗിക്കുവാൻ വിവരിക്കുവാൻ കഴിയുകയില്ല. ഒരു പാട്ടുകാരനും ദൈവത്തെക്കുറിച്ച് കൃത്യമായി പാടുവാൻ കഴിയുകയില്ല. ആർക്കും സാധ്യമല്ല. കാരണം അവൻ വർണ്ണനകൾക്കും അധീനനാണ്, നമ്മുടെ ബുദ്ധിക്കും അധീനനാണ്. ഒരു സൂര്യന്റെ വലിപ്പത്തെ, അതിൻ്റെ ശക്തിയെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. നമ്മളായിരിക്കുന്ന ഭൂമിയുടെ വലിപ്പം പോലും നമ്മുടെ ഹൃദയത്തിൽ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ നമ്മുടെ ബുദ്ധിക്കകത്തോ നമ്മുടെ ചിന്തയ്ക്കകത്തോ വഹിക്കുവാനോ അളക്കുവാനോ കഴിയുന്നല്ല. അതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാകുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് കണ്ട ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് തൻ്റെ വചനം, തൻ്റെ വാക്ക്, തൻ്റെ മടിയിലിരുന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തുവല്ലാതെ ആർക്കും പിതാവാൻ ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിന് കാണുവാൻ സാധിക്കും. കാരണം താൻ ദൈവത്തിൻ്റെ ശബ്ദമാണ്, താൻ ദൈവമാണ്, താൻ ദൈവത്തിലുള്ളവനാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ രീതിയെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കണ്ടാൽ മതി. പക്ഷെ ദൈവത്തിൻ്റെ ഗ്ലോറി പ്രസൻസ്, മഹത്വകരമാകുന്ന തേജസ്സിൻ്റെ യഥാർത്ഥ മുഖം, യഥാർത്ഥ രൂപം, യഥാർത്ഥ ഗ്ലോറി ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. കണ്ടാൽ നിങ്ങൾ പിന്നെ ജീവനോടിരിക്കുകയുമില്ല. ഇവിടെ ഭക്തന്മാരെല്ലാം കാണുന്നത് അവർക്ക് കാണുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേക ഒരു വിഷനിലൂടെയാണ് കാണുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സൈസ് എത്രയായിരിക്കും? നേരത്തെ ഞാൻ പരാമർശമല്ലോ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സാത്താൻ രൂപവും യേശുവിൻ രൂപവും വളരെ ചെറുതാണ്. യേശുവിൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, സാത്താൻ വളരെ ഭയങ്കരമായിട്ടും. വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ചിന്തിച്ചു നോക്കുക, സ്വർഗം മുഴുവൻ എടുത്താൽ അതെൻ്റെ സിംഹാസനം, ഭൂമി മുഴുവൻ എടുത്താൽ അതെൻ്റെ പാദപീഠം. കാല് വയ്ക്കുന്ന ഒരിടം മാത്രമാണ് എനിക്ക് ഭൂമി. അത്ര ശ്രേഷ്ഠനാകുന്ന ഭയങ്കരനാകുന്ന ദൈവത്തെ എങ്ങനെ ഒരു മനുഷ്യന് കാണുവാൻ സാധിക്കും? ഈ ദൈവമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, വചനം പറയുകയാണ്, ലോകത്തോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ഒരു ദൈവത്തിൻ്റെ സാധാരണ ദൂതനെ കണ്ടാൽ മരിച്ചവരെ പോലെ നിങ്ങൾ വീഴും. നിങ്ങൾക്കതിനെ വഹിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ദൂതനെ കാണാനുള്ള ശക്തി പോലുമില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ തേജസ് കാണുന്നത്? പിന്നെ എങ്ങനെയാണ് പലരും യേശുവിനെ കണ്ടു എന്ന് പറയുന്നത്? മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള പ്രസൻസ് ആണ്. ദൂതന്മാരിലൂടെ കർത്താവ് വെളിപ്പെടുന്ന ഒരു ചെറിയ പ്രസൻസ് മാത്രമാണ്. നമുക്കറിയാം, 2-3 പേർ എൻ്റെ നാമം കൂടുന്നതൊക്കെയും അവിടെ മധ്യേ ഞാനുണ്ട്. ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമാവ് ദൈവത്തിൻ്റെ സൈലന്റ് പ്രസൻസ് ഉണ്ട്. എന്നാൽ അപ്പോസ്തലത്തിൽ വായിക്കുമ്പോൾ അവിടെ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി അവരിരുന്ന ഇടം കുലുങ്ങി. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ സന്ദർഭങ്ങളെല്ലാം ദൈവം അതിശക്തമായി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ റിയൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രസൻസിനെ ആർക്കും സഹിക്കുവാനോ ആർക്കും വഹിക്കുവാനോ കാണുവാനോ കഴിയുകയില്ല. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും. നോക്കുക, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുക. ദൈവത്തെ കാണുന്നത് പോയിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുക്കുവാൻ പോലും കഴിയുകയില്ല. ചിന്തിച്ചു നോക്കുക, സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയത്തില്ല. ഒരു വാക്കിനാൽ ദൈവം ഉളവാക്കിയതാണ് സൂര്യനെ. സൂര്യൻ്റെ അടുത്ത് പോകാൻ കഴിയത്തില്ലെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇവിടെ കൃത്യമായി തിമോഥെയോസ് പറയുകയാണ്, അടുക്കുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാൺമാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അർത്ഥം ഇതാണ്, ആർക്കും കാണാൻ കഴിയാത്ത, അടുക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ആ ദൈവത്തെ ഒരിക്കൽ നമ്മൾ മുഖാമുഖമായും സ്പഷ്ടമായിട്ടും വ്യക്തമായും കാണും. ഇതാണ് സ്വർഗീയ പ്രത്യാശ. സ്വർഗത്ത് പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ണാടി കടലിൽ പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ തിരുവതിയിൽ പോകുക എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ദൈവത്തെ താൻ ഇരിക്കും പോലെ, താനായിരിക്കും പോലെ കാണുവാൻ
നമുക്ക് സാധ്യമാണ്. ഇപ്പോഴല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. യോബ് പറയാണ്, അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവൻ്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തി തുറച്ചിരിക്കുന്നു. എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങളത്രേ. നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? സകലതും അറിയാം, സകലത്തെയും കുറിച്ച് അറിയാം, ദൈവത്തെ അറിയാം എന്ന് പറഞ്ഞു യോബ് ദൈവവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുകയാണ് താൻ അറിഞ്ഞത് വളരെ അംശമാണ്. നമ്മൾ ഭാരപ്പെടുന്ന, നമ്മൾ നിരാശപ്പെടുന്ന, നമ്മൾ ആകുലപ്പെടുന്ന വിഷയങ്ങളൊക്കെ കർത്താവിന് വളരെ നിസ്സാരമാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ സകലത്തെയും ചെയ്യുവാൻ കഴിയുന്ന സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയാണ്. ദൂത സൈന്യങ്ങളുടെ തലവനാകുന്ന രാജാവാകുന്ന നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. ഈ ദൈവത്തിൻ്റെ ശക്തിയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചലിക്കുന്നത്. ഒരു ദുർശക്തികൾക്കും, ഒരു വ്യക്തികൾക്കും, ഒരു ശക്തികൾക്കും, ഒരു മനുഷ്യനും നമ്മിലുള്ള ദൈവിക പദ്ധതിയെ തകർക്കുവാനോ തടുക്കുവാനോ കഴിയുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എങ്ങനെ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും കഴിയും? എങ്ങനെ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനും കഴിയും? എങ്ങനെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് നമ്മുടെ ലൈഫിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും? ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനായി? ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ദൈവം ഒരു വിഷയം പ്രവർത്തിക്കുന്നത്? എങ്ങനെ നമുക്ക് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? ദൈവം ഇത്രമാത്രം ശക്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രയും തിന്മ വസിക്കുന്നതും ഈ ഭൂമിയിൽ നാശമുണ്ടാകുന്നതും തുടങ്ങിയ വിഷയങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. മനസ്സിലാക്കി, ഞാൻ പ്രസംഗിക്കുന്നത് പിശാചിനെ കുറിച്ചോ ഏഞ്ചൽസിനെ കുറിച്ചോ അല്ല, ദൈവത്തെക്കുറിച്ചാണ്. എത്ര എപ്പിസോഡ് വന്നാലും പറഞ്ഞ് പ്രസംഗിച്ച് തീർക്കാൻ കഴിയാതെ വണ്ണമുള്ള വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. എങ്കിലും എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി ദൈവിക സന്ദേശങ്ങൾ ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതും കൂടെ ചേർത്ത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ എടുക്കുന്ന മെസ്സേജുകൾ, എഫേർട്ടുകൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്നു ഇല്ലെന്ന് എനിക്ക് അറിയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ എന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹപ്രദമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പ്രാർത്ഥനാപൂർവ്വം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. മറന്നു വരുത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനും നീതിമാനും സർവകൃപാലുമായ ദൈവം നിങ്ങൾ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.